കലയും ആശയവും കൈകോർത്ത ഒരു സായാഹ്നത്തിന് പെരിന്തൽമണ്ണ കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ മൈതാനം സാക്ഷ്യം വഹിച്ചു. ഹിൽസ്റ്റോം 2.0 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ വാർഷിക ആഘോഷ പരിപാടി സാങ്കേതിക തികവും സംഘാടന മികവും ചേർന്നൊരു വേറിട്ട അനുഭവമായി. സിനിമാ മിമിക്രി താരം നിയാസ് ബക്കർ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഫോണ് കൊടുക്കാത്തതിന് മരിച്ചിരിക്കുക. മുത്തശ്ശ ഇത് കണ്ടോ? അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? നീ എവിടെങ്ങാനും പോയിരിക്കും. നീ ഇങ്ങോട്ട് പോരണ്ട കുട്ടിയെ. അപ്പൂപ്പന് പഴയ കൂട്ടുകാരെ കാണാനുള്ള തിരക്കില്ല. അതിനിപ്പോ എന്തൊക്കെ ഒരുക്കുമാനങ്ങളാ. പുതിയ കുപ്പായം തയ്പ്പിക്കലും തല കറുപ്പിക്കലും. ഇപ്പൊ ഫോണിന്റെ കാലല്ലേ, അകലങ്ങളെല്ലാം അടുത്തതൊക്കെയും അകന്നും പോയി. വൈകുന്നേരം KG വിഭാഗം കുട്ടികളുടെ കലാവിരുന്നോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വിദ്യാർത്ഥികൾ അവരുടെ കലാപരമായ മികവുകൾ വേദിയിൽ അവതരിപ്പിച്ചു. സിനിമാ മിമിക്രി താരം നിയാസ് ബക്കർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സഹജീവികളോടുള്ള സ്നേഹം ഒരു വിദ്യാർത്ഥിയുടെ നല്ല ഗുണമാണ്. അക്കാദമിക നേട്ടങ്ങൾക്കൊപ്പം കുട്ടികളുടെ വ്യക്തിപരമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരണമെന്നും നിയാസ് ബക്കർ പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവരാണ്. ആരും ഇവിടെ ആവശ്യമില്ലാത്തവരില്ല. പ്രത്യേകിച്ച് ഒരു വിദ്യാലയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. നമ്മുടെ മക്കൾ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അഡ്വക്കേറ്റ് ആവട്ടെ, കലാകാരനാവട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അവൻ സഹജീവികളോട് നല്ല രീതിയിൽ സഹവർത്തിച്ച് പോകാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ അക്കാദമിക്കലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പുസ്തക പുഴുക്കളായി വളരുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരി നമ്മളെ ഒരു നല്ല മനുഷ്യനായിട്ട് വാർത്തെടുക്കുക. ആ രീതിയിൽ നമ്മൾ നടന്നു നോക്കിയാൽ ഹിൽ ടോപ്പ് ഒരു പക്ഷേ സ്കൈ ടോപ്പാണ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ കരിക്കുലം ആക്ടിവിറ്റി, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, സ്കില്ലുകൾ, കുട്ടികളുടെ സ്കില്ലുകളെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നു. ഏതൊക്കെ മേഖലയിലാണ് മക്കൾ പെർഫോം ചെയ്തിട്ടുള്ളത്, അതൊക്കെ അച്ചീവ് ചെയ്തിട്ട് വരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ ഒരു വേദി എന്ന് പറയുന്നത് സത്യത്തിൽ ആനുവൽ ഡേ നമ്മുടെ സ്കൂളിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കളെയും പൊതുവായിട്ടും അറിയിക്കുന്നതിന് അപ്പുറത്ത് നമ്മുടെ കുഞ്ഞുമക്കളുടെ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുമക്കളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ കൂടി ഭാഗമാണ്. സഭാകമ്പമുള്ളയാളുടെ പ്രസംഗരീതിയും പ്രസംഗത്തിൽ ആവേശം കൊള്ളുന്നയാളുടെ പ്രകടനവും നിയാസ് ബക്കർ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചു. നമ്മള് ആൾക്കാരൊക്കെ ചിരിക്കും, അത് അവർ സന്തോഷം പ്രകടിപ്പിച്ചാണ്, അല്ലാതെ നമ്മുടെ വർഷാവർഷം നമ്മൾ എല്ലാ കൊല്ലവും എല്ലാ വർഷവും നടത്താറുണ്ടല്ലോ വാർഷികം. അപ്പോ പറയുന്നില്ല, ഈ വർഷത്തെ വാർഷികം നടത്തണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇതിന്റെ ഈ മൈക്ക് വർക്കില്ല,
ഈ വർഷത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ആളുകളോടും വിവരം പറഞ്ഞ് ഇതിന്റെ കൈ എവിടെ കെട്ടുണ്ടെന്ന് പറയണല്ലോ, പണ്ടാറ തൂക്കിട്ടാ മതി. സ്കൂൾ ചെയർമാൻ ഫൈസൽ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിജയ കൗൺസിലിന്റെ റാങ്കിംഗ് നേടിയ സംസ്ഥാനത്തെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ. വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരവും മെച്ചപ്പെട്ട പഠന സൗകര്യവും കായിക രംഗത്തെ മികവുമെല്ലാം കൊണ്ടും സ്കൂളിനെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതായി ചെയർമാൻ ഫൈസൽ അലി പറഞ്ഞു. വിദ്യാ കൗൺസിൽ സ്കൂളുകൾക്കിടയിൽ 100-ലധികം സ്കൂളുകൾക്കിടയിൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്കൂളാണെന്ന് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ എന്നുള്ളത്. സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയും അതിൽ ഗ്രേഡിംഗ് ഏർപ്പെടുത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാ കൗൺസിൽ സ്കൂളുകൾക്കിടയിൽ വളരെ സജീവമായ ഒരു പ്രവർത്തനം വിദ്യാ കൗൺസിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള അവലോകനം നടത്തിക്കൊണ്ട് സ്കൂളുകളിൽ ഗ്രേഡിംഗ് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഇൻസ്പെക്ഷൻ നമ്മൾ വിധേയമായപ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്കൂളുകൾക്കൊപ്പം എ ഗ്രേഡ് ലഭിക്കുവാൻ വിസാഫിൽ വിദ്യാ സ്കൂൾ ഫോർ അസസ്മെന്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന വിസാഫിൽ എ ഗ്രേഡ് ലഭിക്കുവാൻ ഹിൽ ടോപ്പ് സ്കൂൾ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നേട്ടമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. എല്ലാ തലങ്ങളിലുമുള്ള മികച്ച മുന്നേറ്റം കൈവരിക്കുവാൻ സ്കൂളിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിൽ ടോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഹിൽ ടോപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനും പോകുന്ന കുട്ടികളാവണം, ഒന്നിനും കൊള്ളാത്ത ഒന്നും ഇവിടെ ഉണ്ടാവരുത് എന്ന നിർബന്ധം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഓരോ കുട്ടികളുടെയും കഴിവുകളെ കണ്ടെത്തി ആ കഴിവിലേക്ക് അവർക്ക് ആവശ്യമായ പരിശീലനം നൽകി, ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് പോലും അറിയാത്ത കഴിവുകൾ സ്കൂൾ കണ്ടെത്തിക്കൊണ്ട് ആ കുട്ടികൾ അതാത് മേഖലകളിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. പ്രിൻസിപ്പൽ റഹ്ഫത്ത് മുഹമ്മദ്, കുന്നക്കാവ് ഒരുമ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ ശങ്കരൻ, കുന്നക്കാവ് മഹല്ല് ഇമാം പി സൈനുദ്ദീൻ മൗലവി, സ്കൂൾ അക്കാദമിക് അഡ്വൈസറി ബോർഡ് ചെയർമാൻ PAM അബ്ദുൽ ഖാദർ, PTA പ്രസിഡന്റ് ഡോക്ടർ സദഫ് ജാഫ്രി, സ്കൂൾ മാനേജ്മെന്റ് അഡ്വൈസറി അംഗം സമദ് കുന്നക്കാവ്, കുന്നക്കാവ് മഹല്ല് പ്രസിഡന്റ് V ഉസ്മാൻ, സ്കൂൾ വൈസ് ചെയർമാൻ M അബ്ദുൽ കബീർ റിഫായി, സ്കൂൾ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മാസ്റ്റർ, ട്രഷറർ ഡോക്ടർ നിഷാദ്, VT അനസ്, K മമ്മു, കുന്നക്കാവ് മഹല്ല് ഖത്തീബ് സാജിദ് പറപ്പൂർ, വാർഡംഗം T അസൈൻ, മുൻ മെമ്പർ സൽമ കുന്നക്കാവ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സുമൂദ് എന്ന പേരിൽ അവതരിപ്പിച്ച ടീം സെഗ്മെന്റ് വാർഷികാഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായി. കുട്ടികളുടെ മാർഷൽ ആർട്സ്, ആയോധന കലാ അഭ്യാസ പ്രകടനങ്ങളെല്ലാം വാർഷിക ആഘോഷത്തെ വർണ്ണാഭമാക്കി.